വെൽക്കം ടു ഫീനാസ് കിച്ചൻ. ഇന്നത്തെ നമ്മുടെ റെസിപ്പി നല്ല കട്ടി ചാറോട് കൂടിയിട്ട് തയ്യാറാക്കിയെടുക്കാൻ പറ്റിയ നല്ലൊരു മത്തിക്കറിയാണ്. ചോറിൻ്റെയും കപ്പയുടെയും കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ ഈ മത്തി മുളകിട്ടത് എങ്ങനെ ഉണ്ടാക്കുന്നത് എന്ന് കണ്ടു നോക്കാം. കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള ഏകദേശം 3/4 കിലോ മത്തി വെച്ചിട്ടാണ് നമ്മളിന്ന് കറി തയ്യാറാക്കാൻ പോകുന്നത്. ഇനി ഒരു മൺചട്ടി സ്റ്റവിൽ വെച്ചിട്ട് ചൂടായി വരുമ്പോഴത്തേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് എണ്ണ ചൂടായി വരുമ്പോൾ 1/4 ടീസ്പൂൺ ഉലുവ ചേർക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി അരിഞ്ഞതും 5-6 വെളുത്തുള്ളി ചെറുതായി കട്ട് ചെയ്തതും ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇഞ്ചിയും വെളുത്തുള്ളിയും ഒന്ന് മൂത്ത് വരുമ്പോൾ 3 പച്ചമുളക് നടുവേ കീറിയതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിൻ്റെ കൂടെ 10ഓളം ചെറിയ ഉള്ളി 2ആയി അരിഞ്ഞതും ചേർത്ത് കൊടുക്കണം. ഇനി സ്റ്റൗ ലോ ഫ്ലെയിമിൽ വെച്ച് 3-4 മിനിറ്റ് നമുക്ക് ഉള്ളി നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കേണ്ടതാണ്. ഉള്ളിയെല്ലാം നല്ല രീതിക്കൊന്ന് വഴണ്ട് സോഫ്റ്റായി വരട്ടെ. നമുക്കിനി കറിക്ക് വേണ്ടിയുള്ള അരപ്പ് തയ്യാറാക്കിയെടുക്കാം. ഇനി ഒരു ചെറിയ മിക്സി ജാറിൽ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കറിക്ക് നല്ല കളറും കൊഴുപ്പും കിട്ടാനായി 1.5 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി ചേർക്കുന്നുണ്ട്. കാശ്മീരി മുളക് പൊടി ഇല്ലെങ്കിൽ എരിവിനനുസരിച്ച് സാദാ മുളക് പൊടി ഒരു 3/4 ടേബിൾ സ്പൂൺ ചേർത്താൽ മതിയാകും. ഇനി ചേർക്കേണ്ടത് 1 ടീസ്പൂൺ മല്ലിപ്പൊടിയും 3/4 ടീസ്പൂൺ മുഴുവൻ കുരുമുളകോ അല്ലെങ്കിൽ പൊടിയോ ചേർക്കാം. ഇനി പഴുത്ത 2 മീഡിയം സൈസ് തക്കാളി അരിഞ്ഞതും ഇട്ട് ഇതുപോലെ നന്നായി ഒന്ന് അരച്ചെടുക്കണം. ഈ സമയം കൊണ്ട് ഉള്ളിയെല്ലാം നല്ലപോലെ വഴണ്ട് സോഫ്റ്റായി വന്നിട്ടുണ്ട്. ഇത് മതിയാകും. ഇനി അരപ്പ് കൂടി ഇട്ട് എല്ലാം നല്ലപോലെ ഒന്ന് യോജിപ്പിച്ചെടുക്കണം. തീ നല്ലപോലെ കുറച്ച് വെച്ച് അരപ്പിൻ്റെ പച്ചമണമൊക്കെ പോകുന്നവരെ വഴറ്റിയെടുക്കാം. തുടർച്ചയായി ഇതുപോലെ വഴറ്റിയെടുക്കുമ്പോൾ പൊടികളുടെ പച്ചമണമൊക്കെ പോയി എണ്ണയെല്ലാം നല്ലപോലെ തെളിഞ്ഞു വരും. ഇപ്പോൾ പൊടികളുടെ പച്ചമണമൊക്കെ പോയി ഇതുപോലെ എണ്ണയൊക്കെ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ അരച്ച് വെച്ച മിക്സി ജാറിൽ കുറച്ച് വെള്ളം ഒഴിച്ച് ഒന്നെല്ലാം മിക്സ് ചെയ്ത് നോക്കാം എത്രത്തോളം വെള്ളം ചേർക്കണമെന്ന്. നമ്മൾ ഇന്ന് തയ്യാറാക്കുന്നത് അല്പം ചാറോട് കൂടിയ ഒരു കറിയാണ്. അതുപോലെ തന്നെ മീൻ ഗ്രേവിയിൽ മുങ്ങിക്കിടന്ന് വേവാൻ പാകത്തിന് വെള്ളം ചേർത്ത് കൊടുക്കണം. 1/4 കപ്പ് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി പുളിക്ക് വേണ്ടി കഴുകി കുതിർത്തി വെച്ച 2 കഷ്ണം കുടംപുളി ഇട്ട് കൊടുക്കണം. കുടംപുളി ഇല്ലെങ്കിൽ വാളംപുളി ചേർത്താലും മതിയാകും. ഈ കറിക്ക് ആവശ്യമായ 1 ടീസ്പൂൺ ഉപ്പും ഇട്ട് എല്ലാം നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കറി ഒന്ന് തിളച്ച് വരട്ടെ. 2-3 മിനിറ്റ് നമുക്ക് ചട്ടി അടച്ച് വെച്ച് കൊടുക്കാം. ഇപ്പോൾ കറി നല്ല രീതിക്ക് തിളച്ച് വരുന്നുണ്ട്. ഇനി മീനെല്ലാം കറിയിൽ ഇതുപോലെ മുങ്ങുന്ന വിധം ഓരോന്നായി നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഒരു തവി വെച്ചിട്ട് മീനെല്ലാം കറിയിൽ മുങ്ങിക്കിടക്കുന്ന പോലെ ഇതുപോലെ താത്തി കൊടുത്ത് ഉപ്പൊക്കെ പാകത്തിനുണ്ടോ എന്ന് നോക്കാം. ഉപ്പ് പാകത്തിനുണ്ട്. പോരെങ്കിൽ ഈ സമയത്ത് നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടതാണ്. ഇനി നമുക്ക് അടച്ച് വെച്ച് 5-6 മിനിറ്റ് ഈ കറി ഒന്ന് തിളപ്പിച്ചെടുക്കണം. ചാളയായതുകൊണ്ട് പെട്ടെന്ന് വെന്ത് കിട്ടും. ഇപ്പോൾ ഏകദേശം 5-6 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് നോക്കാം. ചാളക്കറിയുടെ നല്ല മണമൊക്കെ വരുന്നുണ്ട്. ഇനി സ്റ്റൗ ലോ ഫ്ലെയിമിൽ വെച്ച് കൊടുത്തിട്ട് ഇടയ്ക്കിടയ്ക്ക് ചട്ടി ഇതുപോലെ ചുറ്റിച്ച് കൊടുക്കണം കേട്ടോ. ഇപ്പോൾ ചാറൊക്കെ നന്നായി കുറുകി നമ്മുടെ ചാളക്കറി സൂപ്പറായി റെഡിയായി വന്നിട്ടുണ്ട്. ഇത്രയും മതി. ഇനി ഒരുപാട് വറ്റിച്ചെടുക്കേണ്ട ആവശ്യമില്ല. ഇനി അവസാനം അല്പം കറിവേപ്പിലയും ചേർത്ത് കൊടുക്കണം. പച്ച വെളിച്ചെണ്ണ താല്പര്യം ഉണ്ടെങ്കിൽ അല്പം ചേർത്ത് കൊടുക്കാം. ഇത് നെയ്ച്ചാളയായതുകൊണ്ട് അതിൻ്റെ ആവശ്യമില്ല. ഇനി അടച്ച് വെച്ച് സ്റ്റൗ ഓഫ് ചെയ്യാം. ഇനി എല്ലാവരും കറി ഇതുപോലെ തയ്യാറാക്കി നോക്കിയിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ കമൻറ്റ് ബോക്സിൽ വന്ന് അഭിപ്രായങ്ങളൊക്കെ അറിയിക്കണേ. അതുപോലെ തന്നെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ അമർത്താനും മറക്കല്ലേ. എന്നാലേ ഇനി ഇടുന്ന വീഡിയോ നോട്ടിഫിക്കേഷനായിട്ട് നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ. ഇനി ഇതുപോലെ നല്ലൊരു റെസിപ്പി ആയിട്ട് കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.